നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇന്നലെ രാത്രി മുതൽ ഒരുത്തൻ അച്ചി വീട്ടിൽ പോയി കിടക്കുക. അവനും ആ വിരുന്നുണ്ണണ്ട. അതെ, അവൻ അതിൽ പങ്കെടുക്കാൻ പാടില്ല. നീ എന്തെങ്കിലും പറഞ്ഞ അവനെ ഇപ്പൊ ഇവിടെ വിളിച്ചു വരുത്തണം. ചതച്ചു കിട്ടുന്നവൻ ഞാനാണ് താലി കെട്ടിയത് എന്ന് പറയില്ല എന്നുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും നിനക്ക് വേണം. അവിടെ നിനക്ക് തെറ്റി. സാമാന്യ ബോധമില്ലാത്തത് എനിക്കല്ല, നിനക്കാ. ആണൊരുത്തന് കയ്യില് കാശുണ്ടെങ്കിൽ മണ്ണും വാങ്ങാം, പൊന്നും വാങ്ങാം. പെണ്ണിന്റെ മനസ്സ് വാങ്ങാൻ പറ്റില്ല. ഇഷ്ടം തോന്നിയ പെണ്ണിനെ സ്വന്തമാക്കാൻ ആണൊരുത്തൻ ചില കുറുക്കുവഴികളൊക്കെ പ്രയോഗിച്ചെന്ന് വരും. അത് അവളോടുള്ള ഇഷ്ടം കൊണ്ടാ, അല്ലാതെ ആണത്തം കൈമോശം വന്നിട്ടൊന്നുമല്ല. വെറുപ്പാണ്, ഒരു തരത്തിലുള്ള അറപ്പ്. ഈ താലി കണ്ടില്ലേ? ഇത് വേണമെങ്കിൽ ഈ നിമിഷം പൊട്ടിച്ചെറിയും ഞാൻ. പ്ലീസ് അമ്മ 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 വരുന്നു. അമ്മ രണ്ടുപേരും വേഗം റെഡിയാവും. എല്ലാവരും ഇപ്പൊ വരും കേട്ടോ. ആവശ്യമില്ലാതെ ദേഹത്ത് തൊട്ടുള്ള കളിയൊന്നും വേണ്ട, മനസ്സിലായോ? അല്ല, അമ്മ വന്നതുകൊണ്ടല്ലേ? എന്ന് വെച്ച് അല്ല, പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെന്റ്, വിട്ടുവീഴ്ചയൊക്കെ വേണ്ടേ? വന്ദനമേ വന്ദനമേ, ഇതെന്റെ പുതുപുത്തൻ കണ്ണാടിയാ. അച്ഛൻ ഉണ്ടാക്കി തന്നതാ. എങ്ങനെയുണ്ട്, കൊള്ളാമോ? പച്ചക്കറിക്കൊന്നും ഇപ്പൊ ഒരു രുചിയില്ല. ദേ, ഫ്രിഡ്ജിൽ 3-4 മാങ്ങ ഇരിപ്പുണ്ട്. നീ ഉച്ചയ്ക്ക് ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്ക്. ഉണ്ടാക്കാം. അല്ല, ഇന്നുച്ചയ്ക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനാണോ? അപ്പൊ ഇവിടുന്നാരും ജഗന്റെ സംബന്ധം വിട്ട് വിരുന്നിന് പോകുന്നില്ലേ? നിങ്ങൾക്കിതെന്ത് പറ്റി? കിളവനെ വട്ടായോ? നീ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. വിരുന്നിന് പോണ്ടേ? പോകണായിരുന്നു. അവരിവിടെ വന്ന് സ്നേഹത്തോടെ നമ്മളെ വിളിച്ചത്. വെറും പാവങ്ങളാ അവര്. അതാണ് മോളെ, അപ്പം മാമ്പഴ പുളിശ്ശേരി ഒന്നും വെക്കാൻ നിക്കണ്ട. നീ വേഗം പോയി കുളിച്ച് റെഡിയാവ്.
കുറച്ചു നേരത്തെ ചെന്നാ നമുക്ക് അവരെ അടുക്കളയിൽ കയറി എന്തേലും സഹായിക്കുകയും ചെയ്യാലോ. പിന്നെ ദേ കുറുപ്പേട്ട, ആ നിങ്ങൾ ഇന്ന് വെള്ളയൊന്നും ഇടാൻ നിക്കണ്ട. കസവും മുണ്ടും ആ നീല ഷർട്ടും ഇല്ലേ? ആ അന്ന് നിന്റെ ബർത്ത്ഡേക്ക് നീ എനിക്ക് ഗിഫ്റ്റ് തന്നത്. ആ ആ, 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 പിന്നെ പാത്രം ഒന്നും ഇപ്പൊ കഴുകാൻ നിക്കണ്ട, ഒക്കെ നമുക്ക് വന്നിട്ട് കഴുകാം. നീ വേഗം റെഡിയാവ്. ആ ചെല്ല്. സുമയൊന്ന് നിന്നേ. ആ. നിന്റെ മുഖമൊന്ന് മാറിയല്ലോ. ആ? സന്തോഷത്തിന്റെ ഒരു കടലിരച്ച് കയറും പോലെ. ഉം. അവൾക്ക് സംബന്ധക്കാരുടെ വിരുന്നുണ്ടോളാഞ്ഞ് വയ്യ. അതെ, അമ്മായിയമ്മയോടും മരുമകളോടോട്ട് പറയുക, ഈ വീട്ടിൽ നിന്ന് വിരുന്നുണ്ണാനെന്നും പറഞ്ഞ് ആരെങ്കിലും അങ്ങോട്ട് കെട്ടി എഴുന്നള്ളിയാ പിന്നെ അവിടെ അങ്ങ് പൊറുതി കൂടിക്കോണം. ഹാപ്പിയല്ലേ? ഹാപ്പിയായില്ലേ? തിരിച്ച് ഇങ്ങോട്ട് ഈ വീട്ടിലേക്ക് കയറ്റില്ല. വിരുന്നുണ്ണനെ ഇന്നലെ രാത്രി മുതൽ ഒരുത്തൻ അച്ചി വീട്ടിൽ പോയി കിടക്കുക. അവനും ആ വിരുന്നുണ്ണണ്ട. അതെ, അവൻ അതിൽ പങ്കെടുക്കാൻ പാടില്ല. നീ എന്തെങ്കിലും പറഞ്ഞ അവനെ ഇപ്പൊ ഇവിടെ വിളിച്ചു വരുത്തണം. എനിക്കത് പറ്റില്ല. പറ്റണം, പറ്റിയേ തീരൂ. സുമയെ വിളിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞ് അവനോട് ഇങ്ങോട്ട് വരാൻ പറ. വേണമെങ്കിൽ ഞാൻ ചത്തു എന്നങ്ങ് പറഞ്ഞേരെ. ചുമ്മാ പറയുന്നു. എന്തു പറഞ്ഞിട്ടാണെങ്കിൽ ശരി, അവനെ ഇപ്പൊ ഇവിടെ എത്തിച്ചിരിക്കണം. അല്ലെങ്കിൽ കുറുപ്പ് അങ്ങോട്ട് ചെല്ലും. അങ്ങോട്ട് ചെന്നാ പിന്നെ നിന്നോടൊപ്പം വാഴാൻ ഞാനോ മകനോ ആരെങ്കിലും ഒരാളെ കാണൂ. സംഗതി കൊഴുത്തു തുടങ്ങി. അടിയോ ഇടിയോ ഈ കുടുംബം അടിച്ചു പിരിഞ്ഞ ഇവിടെ ഞാനും ജിതേട്ടനും മാത്രം. അയ്യോ ആന്റി, പൈസ ഒന്നില്ല. ഇതെന്താ 100 ഉള്ളോ? 150 പറഞ്ഞിട്ടല്ലേ വന്നത്? നീ എന്നെ നേരത്തെ എന്താ വിളിച്ചത്? ആന്റിന്ന്. നീ എന്നെ ആന്റിന്ന് വിളിച്ചു കഴിഞ്ഞാൽ 50 രൂപ കുറച്ചത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.